ഇന്ന് സൺഡേ ആയിട്ട് റൂമിൽ നിന്ന് ഇറങ്ങുന്നതിനെക്കാട്ടി മുന്നേ തന്നെ ഒരു ട്രിപ്പ് അടിച്ചു ഗായ്സ്. ഫ്രഷായി ചായ കുടിക്കായിരുന്നു, അപ്പം തന്നെ അടിച്ചു. ചായ മുഴുവനായിട്ട് കുടിക്കാനും പറ്റില്ല. അല്ലെങ്കിൽ വെറുതെ ഇരിക്കുമ്പോൾ ഒരു ട്രിപ്പ് പോലും ഊബർ നമുക്ക് തരില്ല. ഇന്നലത്തെ സ്ഥിതി ആയിരുന്നു. ഇന്നലെ ഒരു നേരം വരെ വെറുതെ ഇരുന്നിട്ട് വൈകിട്ട് 6:30 ഒരു ട്രിപ്പ് വന്നത്, ഇതേമാതിരി ഒരു 100 ചില്ല രൂപേൻ്റെ ട്രിപ്പ്. അതിൻ്റെ ഈശ്വര അരമണിക്കൂർ പിടിച്ചു ഞാൻ കസ്റ്റമറെ കൊണ്ടിടാൻ തന്നെ. അതോടുകൂടി ഞാൻ നല്ല സീഡാക്കിയാൽ നിങ്ങളോട് പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ ഇനി സൺഡേ ആയിട്ട് എന്താണ് അവസ്ഥ? ഇന്ന് രാവിലെ തന്നെ ആയിരിക്കുമ്പോൾ ട്രിപ്പ് കിട്ടുകയാണെന്ന് വെച്ചാൽ സുഖമാണ്. ട്രാഫിക്കൊക്കെ കുറവായിരിക്കും, വൈകിട്ടേ ട്രാഫിക് ഉണ്ടായിരിക്കുള്ളൂ. പക്ഷേ ട്രിപ്പും കുറവായിരിക്കും ഇന്ന് സൺഡേ ആയിട്ട്. പൊതുവേ ട്രിപ്പ് കുറവാണ്. അപ്പോൾ ഇന്ന് എന്താ അവസ്ഥ എന്നുള്ളത് നമുക്ക് നോക്കാം. അങ്ങനെ ചക്കരപ്പറമ്പൊന്നും ട്രിപ്പ് അടിച്ചില്ല. അവിടെ നിന്നൊക്കെ മെല്ലെ എടുത്ത് നമ്മളെ സ്റ്റേഡിയം ലിങ്ക് റോഡിൽ നമ്മുടെ മെയിൻ ഏരിയ, നമ്മളിവിടെയാണ് എപ്പോഴും സ്റ്റേഡാക്കാറും. എപ്പോൾ ഇവിടെ വന്നാലും നമുക്ക് ട്രിപ്പ് ലഭിച്ചിരുന്ന ഒരു ടൈം ഉണ്ടായിരുന്നു. ഇപ്പോൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്തപ്പോൾ കുറച്ച് കുറവാണ്. നോക്കുക, നമുക്ക് ഇനി ഇവിടെ സീഡാക്കി കുറച്ച് നേരം ഇവിടെ വെയിറ്റ് ചെയ്യാം. അവിടെ എത്ര നേരം അവിടെ വെയിറ്റ് ചെയ്തു, ഒരു ട്രിപ്പ് അടിച്ചില്ല. നേരെ പോയി ഫീൽ ചെയ്ത് കണ്ട് നേരെ ഇവിടെ വന്ന് സീഡാക്കിയിട്ടൊക്കെയാണ്. മര്യാദയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ടില്ല, ഞാൻ പറഞ്ഞിരുന്നല്ലോ. രാവിലെ ഭക്ഷണം കഴിക്കുകയും ഇരുന്നപ്പോഴാണ് ട്രിപ്പ് അടിച്ചു. ഇനിയിപ്പോൾ ഒന്നും അടിച്ചില്ല എന്നുണ്ടെങ്കിൽ പോയി ഒരു ചായ അടിക്കാം. മിക്കവാറും അപ്പം തന്നെ അടുത്ത ട്രിപ്പ് അടിക്കുന്നുണ്ട്. നോക്കാം, ഇവിടെയും കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നോക്കാം. അങ്ങനെ രണ്ടാമത്തെ ട്രിപ്പ് അടിച്ചു. കുറച്ച് വെയിറ്റ് ചെയ്തു. ഈ 2 മണിക്കൂറിനെ സാധാരണ നിൽക്കുന്ന 2 മണിക്കൂറിന് കിട്ടിയാണ് രണ്ടാമത്തെ ട്രിപ്പ് നമുക്ക് ലഭിച്ചത്. ഒരു ഫാമിലി ആയിരുന്നു. അതിൽ ചേച്ചിക്ക് നമ്മൾ റൂട്ട് എടുത്തത് പറ്റിയിട്ടില്ല. അതായത് ചേച്ചി സ്ഥിരമായിട്ട് പോകുന്ന റൂട്ട് വേറെയും ഇന്ന് എനിക്ക് മാപ്പ് കാണിച്ചെന്ന റൂട്ട് വേറെയായിരുന്നു. അപ്പോൾ ചേച്ചി ഇങ്ങനെ പറയുന്നില്ല, മക്കളും ഹസ്ബൻഡും ഉള്ളതുകൊണ്ട് ഇങ്ങനെ ചേച്ചിയൊന്നും മിണ്ടിയില്ല. അതുകൊണ്ട് ഞാൻ കേച്ചിലായി. ചേച്ചിക്ക് വേറെ അടുത്ത ട്രിപ്പ് അടിച്ചു. ഒരു ആ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തപ്പോൾ തന്നെ നമ്മളെ വണ്ടി ഓഫായി, പിന്നെ സ്റ്റാർട്ടായിട്ടില്ല. അപ്പം പെട്ടെന്ന് തന്നെ നമ്മളൊരു ടാക്സിക്കാരനെ കണ്ടപ്പോൾ അവരെ കൈയാട്ടിയതാണ്. ഇത് ഇവനായിരുന്നു ടാക്സി ഡ്രൈവർ ജിതിൻ. ഇവനുള്ളത് കൊണ്ട് മാത്രം ഞാൻ രക്ഷപ്പെട്ടത്. അതെ, വണ്ടി കംപ്ലൈൻ്റ് ആയിരുന്നു. നമ്മളെ സർവീസ് സെൻറ്ററിൽ നിന്ന് ആൾ വന്നു. ഞായറാഴ്ച ആയാലും അവർ വന്നിട്ടുണ്ട്. ഒരു ഫീസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. എത്രയും നല്ലത് ഞാൻ പറയാം. നമ്മളിത്ര നേരം സഹായിച്ച ജിതിനാണ് തൊട്ടടുത്ത് തന്നെ നിൽക്കുന്നത് കേട്ടോ. അവർ നോക്കുന്നുണ്ട്, എന്തൊക്കെയോ അയച്ചും പിടിച്ചും വഴിപാടി ഉണ്ടെന്ന് വിചാരിക്കുന്നു. അതൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ പാതി വയൽ വെച്ച് നമ്മളെ വണ്ടി ഒന്ന് നിന്ന് എന്താണ് സംഭവം മറ്റൊന്നിരുന്നു. പെട്രോൾ ഇല്ലാത്തൊരു വിഷയമായിരുന്നു. വണ്ടിയിൽ തീരെ പെട്രോൾ ഇല്ലാണ്ട് വണ്ടി സ്റ്റാർട്ടായില്ല. മറ്റേ പെട്രോൾ ഇല്ലാതെ വണ്ടി സ്റ്റാർട്ടാവും എമർജൻസി വരുമ്പോൾ എന്നുള്ള സർവീസ് സെൻറ്ററിൽ നിന്നൊക്കെ നമ്മളെ വണ്ടി എടുക്കുമ്പോഴൊക്കെ ആര് പറഞ്ഞിട്ടുണ്ടെങ്കിലും അതൊന്നും സത്യമല്ല എന്ന് ഇപ്പോൾ മനസ്സിലായി. അങ്ങനെ സായി സർവീസ് സെൻറ്ററിൽ നിന്ന് ആൾ വന്നു. ഞായറാഴ്ചയായിട്ടും അവർ വന്നു. നോക്കിയപ്പോൾ പെട്രോൾ ഇല്ലാത്ത വിഷയമാണ്. അവർ തന്നെ CNG ഇട്ട് സ്റ്റാർട്ടാക്കിയൊക്കെ റെഡിയാക്കി തന്നു. നേരെ ഞാൻ പമ്പിൽ വന്നു. ഇപ്പോൾ എണ്ണ അടിച്ചു, പെട്രോൾ അടിച്ചു. ഇപ്പോൾ വണ്ടി കുഴപ്പമില്ല, സ്റ്റാർട്ടൊക്കെ ആവുന്ന റെഡിയാണ്, സെറ്റായി. അപ്പോൾ നമ്മളെ സഹായിച്ച ജിതിനാണ്. അപ്പോൾ നമ്മളെ സഹായിച്ച ജിതിനോട് നമ്മൾ സ്പെഷ്യലായിട്ട് ഈ ഒരു അവസരത്തിൽ താങ്ക്സ് പറയാണ്. അവനോട് നേരിട്ടും പറഞ്ഞിട്ടുണ്ട്. അവനാണ് സായി സെൻറ്ററിൽ നമ്പറും കാര്യം എല്ലാം തന്നത്. പിന്നെ സായി സെൻറ്ററിൽ നിന്ന് വന്ന ആൾ മഹേഷായിരുന്നു. മഹേഷിനെ ജിതിനെ ആദ്യം അറിയും ചെയ്യാം. അവൻ്റെ വണ്ടീൻ്റെ കംപ്ലൈൻറ്റും കാര്യങ്ങളായിട്ട് അവിടെ നിന്നാണ് ഒന്ന് ചെയ്തും പിടിച്ചതെന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ അവർ പരിചയക്കാരുണ്ട്. അതുകൊണ്ട് നമുക്ക് ഫീസ് വല്ലാണ്ടായിട്ടില്ല. ഒരു 150 രൂപയെ വാങ്ങിച്ചിട്ടുള്ളൂ നമ്മൾ ചെയ്യുന്നത്. കാരണം കംപ്ലൈൻ്റ് ഒന്നും ഇല്ലായിരുന്നല്ലോ, പെട്രോൾ ഇല്ലാത്ത ഒരു വിഷയമായിരുന്നു. പക്ഷേ അവരവിടെ നിന്ന് സർവീസിനായിട്ട് വണ്ടിയിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ ഒരു നിശ്ചിത ഫീസ് അവിടെ കെട്ടേണ്ടി വരും. അതിനാണ് അവർ ചോദിച്ചത്. അപ്പോൾ ഞാനൊരു 150 കൊടുത്തു, അത് മതിയെന്ന് പറഞ്ഞു. അപ്പോൾ അതും വലിയൊരു കിട്ടലാണ് സായി സർവീസിൻ്റെ സെൻറ്ററിൻ്റെ ഭാഗത്തു നിന്നുള്ള. ഏകദേശം ഇപ്പോൾ എല്ലാം കഴിഞ്ഞ്, വണ്ടീൻ്റെ കംപ്ലൈൻറ്റും കാര്യമെല്ലാം കഴിഞ്ഞല്ലേ. അപ്പോൾ ഇനിയിപ്പോൾ 1 മണിയായി. ഇനി നേരെ റൂമിൽ പോയി എന്തെങ്കിലും കഴിക്കാം. കഴിച്ചിട്ട് ഒരു 4 മണിക്ക് ഇറങ്ങാമെന്ന് വിചാരിക്കുന്നു. ഇന്നിപ്പോൾ ഒരു 4 ട്രിപ്പ് കിട്ടിയിട്ടോ. ഒരു 400 ചില്ല രൂപ. 4 ട്രിപ്പിന് 400 ചില്ല രൂപ. ഒക്കെ ചെറിയ ട്രിപ്പുകളാണ്. 150, 190, 170 അങ്ങനത്തെ ട്രിപ്പുകളാണ് എല്ലാം കിട്ടുന്നത്. അപ്പോൾ എന്നാൽ ഉച്ചയ്ക്ക് ശേഷം വരാം. ഉച്ചയ്ക്ക് ശേഷം 4 മണിക്ക് ഇറങ്ങാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ 2-2:30 തന്നെ ഇറങ്ങി. അതുകൊണ്ട് 2 ട്രിപ്പ് കൂടുതൽ കിട്ടി. അപ്പോൾ ഇന്നൊരു IMI ഹൗസ് നിന്നായിരുന്നു ഫസ്റ്റ് ട്രിപ്പ്, കാക്കനാട് ഭാഗത്തേക്ക്. ഒരു പഴയ ബോംബെ മലയാളീസ് ആയിരുന്നു. അവർ കുറേ നേരം സംസാരിച്ചു. അവരവരുടെ പഴയ റൂംമേറ്റിനെയും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി വന്നതാണ്. നല്ല കമ്പനി ആയിരുന്നു. കുറച്ച് ചെറിയൊരു ടിപ്പും തന്നു നമുക്ക്. പിന്നെ അവരവിടെ ഡ്രോപ്പ് ചെയ്തു. തിരിച്ച് വരുന്ന വഴിക്ക് തന്നെ നമുക്ക് വേറെ ട്രിപ്പ് അടിച്ചു. അതിൽ ഫസ്റ്റ് തന്നെ അവർക്ക് ഫസ്റ്റ് ലൊക്കേഷൻ ഇട്ടത് മാറിയിരുന്നു. പിന്നെ അവിടെ എത്തിയതിന് ശേഷം അവർക്ക് തന്നെ അറിയുന്ന ലൊക്കേഷൻ മാറിയിരുന്നുള്ളൂ. പിന്നെ തിരിച്ച് അവിടെ നിന്ന് വേറെ ലൊക്കേഷനിലേക്ക് ആഡ് ചെയ്തു. അതുകൊണ്ട് അതും ചെറിയൊരു ഗുണം ചെയ്തു നമുക്ക്.
അപ്പോൾ ആ 2 ട്രിപ്പും കംപ്ലീറ്റ് ചെയ്ത് ഏകദേശം ഒരു വൈറ്റ്ല റൂട്ടിലാണ് നിൽക്കുന്നത്. കറക്റ്റ് എവിടെയാണെന്നുള്ളത് നമുക്ക് നോക്കേണ്ടി വരും. സൈഡാക്കി ഇതാ നമ്മൾ ഇരിക്കുന്നു ഇവിടെ. ഇനി അടുത്ത ട്രിപ്പിന് വേണ്ടിയുള്ള വെയിറ്റിംഗ് ആണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരുപാട് നേരം കടന്നിട്ട് കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. അപ്പോൾ ഞാൻ നല്ലനെ ഇവിടെ നിന്ന് നമ്മുടെ ലക്കി സ്പേസ് ആയ സ്റ്റേഡിയം ലിങ്ക് റെയിൽ റോഡിലേക്ക് തന്നെ നല്ല നീങ്ങാണ്ട് ഇവിടുന്ന് ഒരു 10 മിനിറ്റ് ദൂരം ഉണ്ട് കാണിച്ചപ്പോൾ നോക്കിയാൽ. അപ്പോൾ നേരെ അവിടെ ചെന്നിട്ട് കാണാം. ഇത് വണ്ടി തന്നെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഷോക്കാണ്. നമ്മളിത് കാണുന്ന കടയിൽ നിന്നാണ് നമ്മൾക്ക് ചായ കുടിക്കാം കേട്ടോ. ചായ കുടിച്ചൊക്കെ ചെയ്തു. പക്ഷേ പുറത്തിങ്ങനെ ഒരു സീറ്റ് ഉണ്ട് ഇവിടെ, 1-2 ഉണ്ട്. അപ്പോൾ അവിടെ തന്നെ ഇരിക്കുകയായിരുന്നു. പക്ഷേ പുറത്തിരിക്കാൻ സമ്മതിക്കില്ല എന്ന് തോന്നുന്നുണ്ട്, മഴ പെയ്ത്. അപ്പോൾ ഇനി വീണ്ടും വണ്ടീനകത്ത് തന്നെ കയറിയിരിക്കണം. കുറേ നേരം വണ്ടീനകത്ത് തന്നെ ഇരുന്ന് നമുക്കറിയാം ഊരവേദന വരും. അപ്പോൾ അതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി പുറത്തിറങ്ങിയിരിക്കുകയെന്ന് വെച്ചാൽ. അപ്പോൾ മഴ ചെറുതായിട്ട് ചാറുന്നുണ്ട്. വീണ്ടും വണ്ടിക്കകത്തേക്ക് തന്നെ കയറാമെന്ന് വിചാരിക്കും. അപ്പോൾ ഇന്നലെ ഇങ്ങോട്ട് വരാമെന്ന് കഴിഞ്ഞപ്പോൾ പറ്റിയില്ല നമുക്ക്. അപ്പോൾ അതെല്ലാവരും നല്ല കിടത്താണ്. ഇന്ന് വർക്കൊന്നും ഇല്ലാത്ത കാരണേ ഇതിപ്പോൾ ഇവിടെ സ്റ്റുഡിയോയിൽ എത്തിയിടുന്നത് നമ്മൾ. മുതലാളി ഇതാ കിടക്കുന്നു, ഓളെ കിടന്ന് വാട്സാപ്പിൽ ചാറ്റ് ചെയ്ത് കിടക്കുന്നതാ. അപ്പോൾ അതേ നമ്മൾ വണ്ടി അവിടെ സീഡാക്കി നമ്മളെ സ്റ്റുഡിയോയിൽ എത്തിയിട്ടുണ്ട്. കറുപ്പ് ടാറ്റു സ്റ്റുഡിയോയിലാണ്. ഇപ്പോൾ ഇതാ ചായ കുടിക്കാൻ മുതലാളി ഇപ്പോൾ പോസൊക്കെ ചെയ്യുന്നുണ്ട്. വീഡിയോ മുതലാളി, വീഡിയോ ഇത് കിട്ടില്ല നമുക്ക്. മുതലാളി ഉറുമ്പ് കടിച്ചു തോന്നിട്ടോ. ചെമ്പരത്തിപ്പൂ അടിപൊളിയായിട്ടുണ്ട് ഇപ്പോൾ. ഞങ്ങൾ എല്ലായ്പ്പോഴും വരുന്ന സ്ഥലം തന്നെയാണ് ക്യൂൻസൊക്കെ. അതിന് മുന്നേ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഇന്ന് മുതലാളി ചെവിട്ടിൽ പൂവൊക്കെ വെച്ച് കൂളായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ വൈബാണ്, വൈകിട്ടത്തെ വൈബ് സെറ്റാണ് ഇവിടെ. പിന്നെ സൺഡേ ആയതുകൊണ്ട് അത്യാവശ്യം ആൾക്കാരും ഉണ്ടായിരുന്നു, ഫാമിലി ആയിട്ടും കപ്പിൾസായിട്ടും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കണ്ട് കുറച്ച് നേരം ഇങ്ങനെ നിന്ന്. പിന്നെ അതെ അവിടെ ഒരു കപ്പിൾസും ഫാമിലിയൊക്കെ ഇരിക്കുന്നുണ്ട്. ഈ പ്രകൃതി ഭംഗി ആസ്വദിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങനെ നിന്നു. അതോടുകൂടി എൻ്റെ ഊബർ ഓട്ടോ അങ്ങനെ നിന്നു ഇന്നത്തെ. അപ്പോൾ ഇനി നാളെ കാണാം. ഓക്കെ, ബായ്.